തെന്നിന്ത്യൻ യുവനടിയെക്കുറിച്ച് നടൻ ജയറാം നടത്തിയ പരാമർശമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വിദേശത്ത് വിദ്യാഭ്യാസം നേടിയ തമിഴിൽ നിന്നുള്ള ഒരു യുവനടിയെക്കുറിച്ചുള്ള രസകരമായ സംഭവമാണ് ജയറാം പങ്കുവച്ചത്. ജയറാമിനൊപ്പം അഭിനയിക്കാനെത്തിയ നടി തമിഴാണ് മാതൃഭാഷയെങ്കിലും താൻ വിദേശത്താണ് പഠിച്ചതെന്നും തമിഴ് ഒഴുക്കോടെ സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞിരുന്നു. ലൊക്കേഷനിലും അവർ ഇംഗ്ലീഷിലാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നടന്ന ഒരു ഷൂട്ടിങ്ങിനിടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അതുവരെ ഇംഗ്ലീഷിൽ സംസാരിച്ചിരുന്ന നടി ആ സംഭവത്തോടെ നല്ല തമിഴിൽ സംസാരിക്കാൻ തുടങ്ങി. ആ കഥയാണ് ജയറാം ഒരു തമിഴ് പുരസ്കാര ചടങ്ങിൽ ഓർത്തെടുത്തത്. കുറച്ചുനാൾ മുന്നേ തമിഴിൽ നിന്ന് ഒരു നായിക നടി മലയാളത്തിൽ എന്നോടൊപ്പം അഭിനയിക്കാൻ വന്നു. പേര് ഞാൻ പറയുന്നില്ല. അവർ തമിഴിൽ നിന്നുള്ളതാണ്. പക്ഷെ പഠിച്ചതെല്ലാം വിദേശത്തായിരുന്നു. വന്നപ്പോൾ തന്നെ ഞാൻ തമിഴിൽ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അയ്യോ എനിക്ക് തമിഴ് കുറച്ചു മാത്രമേ അറിയൂ, ഒഴുക്കോട് സംസാരിക്കാൻ അറിയില്ല, സോറി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അതിനുശേഷം കാപ്പി കൊണ്ടുവച്ചപ്പോഴൊക്കെ ഇംഗ്ലീഷിലാണ് കാപ്പി ഭയങ്കര ചൂടാണ് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ കുറെ ദിവസം സംസാരിച്ചതിന് ശേഷം ഒരു ദിവസം സ്കൂട്ടർ കൊണ്ടുവന്ന് വീടിന് മുന്നിൽ വയ്ക്കുന്ന സീൻ എടുത്തപ്പോൾ സ്കൂട്ടറിൽ നിന്ന് താഴെ വീണ് കുട്ടിയുടെ കൈ മുറിഞ്ഞു. ആ സമയത്ത് ഞാൻ അകത്ത് നിൽക്കുകയാണ്. മുറ്റത്ത് ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കുന്നു. ഞാൻ ഓടിയിറങ്ങി വന്നു. സിനിമാ ലൊക്കേഷനിൽ ആർക്ക് എന്തു പറ്റിയാലും ഒരേ മരുന്നാണ് ഇടുന്നത്, യുഡിക്കോളോൺ. മേക്കപ്പ് മാൻ യുഡിക്കോളോൺ മുറിഞ്ഞെടുത്ത് കൊണ്ടുവന്നു തേച്ചു. അപ്പോ ഉടനെ അയ്യോ അമ്മ നീറുന്നു എന്ന് തമിഴിൽ നിലവിളിച്ചു. അതുവരെ ഇംഗ്ലീഷ് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞു നിന്ന ആള് യുഡിക്കോളോൺ തേച്ചപ്പോൾ തമിഴിൽ ഒരേ നിലവിളി. നമുക്ക് വേദനിക്കുമ്പോൾ മാതൃഭാഷ തന്നെ വായിൽ നിന്ന് വരും, ജയറാം പറഞ്ഞു. എന്നാലും ജയറാം പറഞ്ഞ ഈ നടി ആരാകുമെന്ന സംശയത്തിലാണ് പ്രേക്ഷകർ. കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ ജയറാമിന്റെ കോമഡി കഥാപാത്രങ്ങൾ പോലെ തന്നെ പൊതുവേദികളിലും അദ്ദേഹം പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ തമാശകളും ചിരിയുടെ തിരമാലകളും സൃഷ്ടിക്കാറുണ്ട്. അത്തരത്തിൽ ജയറാമിന്റെ യുഡിക്കോളോൺ കഥയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്.